ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ വ്യാപകമായി ആക്രമണത്തിനിരയാകുന്നു, പീഡിപ്പിക്കപ്പെടുന്നു എന്ന് സംഘപരിവാർ ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങളും സംഘപരിവാർ പ്രൊഫൈലുകളും പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങളിലും വീഡിയോകളിലും എത്രമാത്രം സത്യമുണ്ടെന്ന് പരിശോധിക്കുകയാണ് ഈ എപ്പിസോഡിൽ. അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ടിവിയുടെ ബംഗ്ല എഡിഷൻ ഒരു ഡോക്യുമെന്റ് പുറത്തുവിടുകയുണ്ടായി. ഹിന്ദു ഷുനോ ബംഗ്ലാദേശ് ആശങ്ക, ഹിന്ദുക്കളില്ലാത്ത ബംഗ്ലാദേശ് എന്ന ആശങ്ക, ഇതാണ് ആ ഡോക്യുമെന്ററി. 50 മിനിറ്റ് നീളുന്ന ഈ ഡോക്യുമെന്ററിയിൽ പല വീഡിയോകളും വ്യാജമായി നിർമ്മിച്ചതാണ്. ഹിന്ദുക്കളുടെ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് റിപ്പബ്ലിക് ടിവി കാണിച്ച ആ ഫുട്ടേജ് വ്യാജമായിരുന്നു. ഫാക്ട് ചെക്ക് ഓർഗനൈസേഷൻ പരിശോധിച്ചപ്പോൾ ആ വീഡിയോയിൽ കാണിച്ച വ്യാപാര സ്ഥാപനം അവാമി ലീഗ് പ്രവർത്തകനായ മുസ്ലിം വ്യാപാരിയുടേതായിരുന്നു. സൗത്ത് ഈസ്റ്റേൺ ചിറ്റഗ്രാമിൽ ഒരു ഹിന്ദു നവഗ്രഹ ടെമ്പിൾ ആക്രമിക്കപ്പെടുന്നതിൻ്റെ ഫുട്ടേജ് എക്സിൽ പ്രചരിപ്പിക്കപ്പെടുന്നു. ഈ ദൃശ്യവും റിപ്പബ്ലിക് ടിവി പ്രചരിപ്പിച്ചിരുന്നു. പക്ഷേ സ്വതന്ത്ര ഫാക്ട് ചെക്ക് ഓർഗനൈസേഷൻ ഈ ഫുട്ടേജ് പരിശോധിച്ച് വ്യക്തമാക്കുന്ന കാര്യം, അവാമി ലീഗ് ഓഫീസിൻ്റെ പരിസരത്ത് നടന്ന ഒരു തീവെപ്പിൻ്റെ ഫുട്ടേജാണ്. അമ്പലത്തിന് തീയിട്ടിരിക്കുന്നു എന്ന രീതിയിൽ റിപ്പബ്ലിക് ടിവി ഉൾപ്പെടെ പല വലതുപക്ഷ പ്രൊഫൈലുകളും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ വീഡിയോ, ഹിന്ദുവിൻ്റെ കട ആക്രമിച്ച് സാധനങ്ങൾ എടുത്തു കൊണ്ടുപോകുന്നു, കൊള്ളയടിക്കുന്നു എന്ന് എക്സിൽ പ്രചരിപ്പിച്ചു. ആ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സംഘി പ്രൊഫൈലാണ് വ്യാജമായി നിർമ്മിച്ച ഒരു എക്സ് അക്കൗണ്ടിൽ നിന്നാണ് ഇത്തരം വിദ്വേഷ വീഡിയോ പ്രചരിച്ചത് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഹിന്ദുക്കളെ ആക്രമിക്കുന്നതായി സുദർശൻ ന്യൂസ് പുറത്തുവിട്ട മറ്റൊരു വീഡിയോ ബംഗ്ലാദേശിലെ സ്വതന്ത്ര ഫാക്ട് ചെക്ക് ഓർഗനൈസേഷനായ ഡിസ്മിസ് ലാബ് ഇത് പരിശോധിച്ചു. അവർ പറയുന്നത് ഈ വീഡിയോ ഫുട്ടേജ് അടുത്ത കാലത്ത് നടന്നതല്ല, ജൂലൈ ആദ്യത്തിൽ നടന്ന ഒരു തീപിടുത്തത്തിൻ്റെ ഫോട്ടോ ആണ്, വീഡിയോ ആണ്. ഹിന്ദു കടകൾക്ക് നേരെ തീവെപ്പ് ആക്രമണം എന്ന രീതിയിൽ സുദർശൻ ന്യൂസ് പുറത്തുവിട്ട ഈ വീഡിയോ. മജുചോദാർ വില്ലേജിൽ 15 ഷോപ്പുകൾ കത്തിപ്പോയ ഒരു അപകടം നടന്നിരുന്നു ജൂലൈ ആദ്യത്തിൽ. ഒരു തീപിടുത്തത്തിൻ്റെ വീഡിയോ ആണ് കലാപത്തിൻ്റെ ഭാഗമായി സുദർശൻ ടിവി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സുദർശൻ ന്യൂസ് പുറത്തുവിട്ട ഈ വീഡിയോ വ്യാജമാണ്. മറ്റൊന്ന്, ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരം ലിറ്റൻ ദാസിൻ്റെ വീടിന് തീയിട്ടു. ബംഗ്ലാദേശിലെ ഹിന്ദു ക്രിക്കറ്റ് കളിക്കാരനായ ലിറ്റൻ ദാസിൻ്റെ വീടിന് തീയിട്ടു എന്ന രീതിയിലാണ് പ്രചരണം നടക്കുന്നത്. എക്സിൽ ഷെയർ ചെയ്ത ഈ പോസ്റ്റിന് മില്യൺ കണക്കിന് വ്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത്. DW ന്യൂസ് അവരുടെ ഫാക്ട് ചെക്കിങ്ങിലൂടെ കണ്ടെത്തിയ കാര്യം, കത്തിയ വീട് മുൻ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ക്യാപ്റ്റനായ മുഷറഫ് മുർത്തസയുടെ വീടാണ്. അദ്ദേഹം അവാമി ലീഗിൻ്റെ ടിക്കറ്റിൽ പാർലമെന്റ് മെമ്പറായ ഹസീനയുടെ അടുപ്പക്കാരനായിരുന്നു. ബംഗ്ലാദേശ് ഹിന്ദു ഗ്രാൻഡ് അലയൻസിന്റെ നേതാവായ ഗോവിന്ദ് പ്രമാണിക് പറയുന്ന കാര്യം, ആക്രമണം രാഷ്ട്രീയ പ്രേരിതമാണ്, മതപരമല്ല. ഇന്ത്യൻ മാധ്യമങ്ങൾ വാർത്തകൾ ചമയ്ക്കുന്ന രീതി ഭീതിപ്പെടുത്തുന്നതാണ്. ഇതാണ് ഗോവിന്ദ് പ്രമാണിക്കിന്റെ വാക്കുകൾ. സത്യത്തിൽ ഹിന്ദു മൈനോറിറ്റി ബംഗ്ലാദേശിൽ ആക്രമണത്തിന് വിധേയരായിട്ടുണ്ട്. പൊതുവെ അവാമി ലീഗിൻ്റെ സപ്പോർട്ടേഴ്സാണ് അവിടെയുള്ള മൈനോറിറ്റീസ്. പല സംഘർഷങ്ങളിലും ഹിന്ദു ജനവിഭാഗം, ന്യൂനപക്ഷങ്ങൾ അവിടെയുള്ള തീവ്ര മത ഗ്രൂപ്പുകളുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. ഇന്ത്യയിലെ സംഘ് പരിവാർ ശക്തികളെപ്പോലെ അവിടെയും ചില മത തീവ്രവാദ ഗ്രൂപ്പുകൾ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് വസ്തുതയാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വിദ്വേഷ പ്രചാരണത്തിൽ
ഇന്ത്യയിലെ BJPയും അവിടെയുള്ള ഇസ്ലാമിക് തീവ്രവാദികളും ഒരേ തൂവൽ പക്ഷികളാണ്. 1996 മുതൽ 2001 വരെയും 2008 മുതൽ 2024 വരെയുമുള്ള അവാമി ഭരണകാലത്ത് അവിടെ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്ത്യയിൽ നടക്കുന്ന പല സംഭവങ്ങളും അവിടെ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണത്തിന് പ്രേരണയാകാറുണ്ട്. 1992 ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ടപ്പോഴും അവിടെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടിരുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണത്തിന് BNPയോ അവാമി ലീഗോ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. മുസ്ലിങ്ങൾ ക്ഷേത്രത്തിന് കാവൽ നിൽക്കുന്ന ഫോട്ടോ BBC പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം അവരുടെ ഗവൺമെന്റും അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും വിശിഷ്യ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സൊസൈറ്റിയുടെയും ബാധ്യതയാണ്, അവരുടെ കർത്തവ്യമാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ മതഭ്രാന്തന്മാർ നടത്തുന്ന ആക്രമണങ്ങളെ തള്ളിപ്പറയുകയും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള ഇച്ഛാശക്തിയും ബംഗ്ലാദേശ് ഗവൺമെൻറ് കാണിക്കേണ്ടതാണ്. ഇതൊന്നും പറയാൻ ഇന്ത്യയിലെ സംഘപരിവാറിന് അവകാശമില്ല. ജനാധിപത്യവും മതേതരത്വവും പൂത്തുലയുന്ന ഒരു നല്ല രാജ്യമായി ബംഗ്ലാദേശ് മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെടുന്ന ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് നാം നിൽക്കേണ്ടത്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയുടെ മറവിലും ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണത്തിനും ഇസ്ലാം വിരോധത്തിനും കോപ്പ് കൂട്ടുന്ന കഴുകക്കണ്ണാണ് സംഘപരിവാറിനുള്ളത്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.